ഒരാഴ്ചക്കകം ശക്തമായ ഉപരോധങ്ങൾ റഷ്യയ്ക്കുമേൽ നടപ്പാക്കുമെന്ന് യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ഹെർമൻ വാൻ റാംപോയാണ് വ്യക്തമാക്കിയത്. The European Council says that it stands ready to take further significant steps in the light of the evolution of the situation on the ground, and it requests the Commission to urgently undertake preparatory work together with the Action Service and present proposals for consideration within a week. റഷ്യയുടെ നടപടി പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ബന്ധം വഷളാക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂണും വ്യക്തമാക്കി. യുക്രൈനിന്റെ സ്ഥിതിഗതികൾ നിയന്ത്രണം വിടുകയാണെന്നും സൈനിക നടപടി ഇല്ലാതെ തന്നെ പ്രശ്നപരിഹാരത്തിന് റഷ്യ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതിനിധികളും കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. വിമതരെ സഹായിക്കുന്നില്ലെന്ന റഷ്യയുടെ വാദം വിശ്വസനീയമല്ലെന്ന് അമേരിക്കയും വ്യക്തമാക്കി. എന്നാൽ വിമതരെ സഹായിക്കുന്നുവെന്ന ആരോപണം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ തള്ളി. ഒപ്പം റഷ്യ ആരുമായും യുദ്ധത്തിനില്ലെന്നും തങ്ങളെ ആക്രമിച്ചാൽ നോക്കി നിൽക്കില്ലെന്ന മുന്നറിയിപ്പും വ്ളാദിമിർ പുടിൻ നൽകിയിരുന്നു. യുക്രൈനിലെ സംഘർഷത്തിൽ ഇതുവരെ 2600-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കിഴക്കൻ യുക്രൈൻ നഗരമായ ക്രൈമിയ റഷ്യയോടൊപ്പം ചേരാൻ തീരുമാനിച്ചതോടെയാണ് വിമതരും സൈന്യവും തമ്മിലുള്ള പോരാട്ടം രൂക്ഷമായത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.